നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി വരും ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡിനെ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൽ സംഭവിച്ചു നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്തിരിക്കുന്നത് 24,420 ഹോൾഡ് ചെയ്തുകൊണ്ടാണ്. നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 420 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് 460 മുകളിലേക്ക് നിഫ്റ്റിയിലും സസ്റ്റെയിൻ ചെയ്തു. ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള തന്നിരിക്കുന്ന റെസിസ്റ്റൻസുകളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റും നമുക്ക് അവസാനത്തെ ഒരു സെക്ഷൻ വരെയുള്ള ഒരു തുടർച്ചയായിട്ടൊരു അപ്പ് മൂവ്മെന്റ് ആണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും വരും ദിവസങ്ങളായാലും ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്. ഇപ്പോൾ നിഫ്റ്റിയിലും ലോവർ ലെവല്, അതായത് 21,200 എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലിൽ നിന്നാണ് നിഫ്റ്റി ഈ ഒരു ബൗൺസ് ചെയ്തിരുന്നത്. നമ്മൾ 24,200 ലെവലിനെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലാണ് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അടുത്ത റെസിസ്റ്റൻസുകളൊക്കെ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. അതായത് ഈ ഒരു കറണ്ട് ട്രെൻഡ് മാനേജ് ചെയ്യാനുള്ള സ്റ്റോപ്പ് ലോസ് വളരെ നിയർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. അതായത് 24,800 ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തുന്നുണ്ടെങ്കിലാണ് ഈ ഒരു ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. പക്ഷെ ഇതിൻ്റെ ഒരു മുകളിലാണ് ഇപ്പോൾ 24,800 ലെവലിൽ ക്ലോസിംഗ് ലെവല് നിലനിർത്തിക്കൊണ്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റിക്കായാലും പോസിറ്റീവ് ട്രെൻഡ്. പക്ഷെ ഈ ഒരു ട്രെൻഡിനെ നിലനിർത്താനുള്ള ഒരു സപ്പോർട്ടാണ് 24,800. ഇതേ രീതിയിൽ നിഫ്റ്റിനെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ മാനേജ് ചെയ്യുക. ഇപ്പം നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 24,800 സപ്പോർട്ട് ഉണ്ട്, 24,855. ഈ രണ്ട് സപ്പോർട്ടുകളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ടും കൂടി നൽകുന്നുണ്ട്. ഈ റേഞ്ചിന്റെ ഇടയിൽ ഒരു സപ്പോർട്ടും കൂടി നൽകുന്നുണ്ട്, 24,820. അതായത് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു മുകളിലാണ്. 855 സപ്പോർട്ടിന്റെ ഒരു മുകളിലാണെങ്കിൽ ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആകേണ്ടത് 820 താഴെ മാത്രമാണ്. 820 താഴെ ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് 855 ആയിരിക്കണം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ സപ്പോർട്ട് തൊട്ടടുത്ത് എടുത്തിരിക്കുന്നത്. ഇൻ കേസ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, ഫാളിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 800 കൂടി വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. 800 ബ്രേക്ക് ചെയ്താൽ, 800 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, ഇൻട്രാഡേയിൽ ക്ലോസ് ചെയ്താൽ 24,760 ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം 24,600, 700 താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 24,680, 650 അടുത്ത് സ്ട്രോങ് സപ്പോർട്ടാണ് 24,655. അതിനുശേഷം 635 സപ്പോർട്ടാണ്. അതിനുശേഷം 600 തൊട്ട് താഴെയാണ് സപ്പോർട്ട്. അതായത് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് സാധ്യത. ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ആണ് 24,800 അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, 800 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 760, 680 ഈ രണ്ട് സപ്പോർട്ടുകളും ശ്രദ്ധിക്കാം. അതുപോലെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണിൽ നിന്നുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് നൽകുക. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ടുകൾ അനുസരിച്ച് ഫോളോ ചെയ്യുക. ഹയർ ലെവൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. വരും ദിവസത്തെ ഒരു ക്ലോസിംഗ് അനുസരിച്ച്, വരും ദിവസത്തെ ഒരു ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരും ദിവസം ക്ലോസിംഗ് അനുസരിച്ച് ഹയർ ലെവലുള്ള റെസിസ്റ്റൻസുകൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്.
ഇപ്പൊ നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും കഴിഞ്ഞ ദിവസത്തിലായാലും എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഓപ്പണിംഗ് ക്യാനിൽ തന്നെ റെസിസ്റ്റൻസിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു, മൊമെന്റ് ആയിരുന്നു. അടുത്ത റെസിസ്റ്റൻസുകളൊക്കെ 51,035, 51,035 അടുത്ത ക്യാനിൽ ബ്രേക്ക് ചെയ്തു. അപ്പം അതിനുശേഷം ജസ്റ്റ് ഒരു സിംഗിൾ ക്യാനിൽ റിസ്കുമ്പോൾ തന്നെ നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിലൊക്കെ എക്സാക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു. ഫിൻ നിഫ്റ്റിയിലും ആ ഒരു സിറ്റുവേഷൻ, മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. 23,165 റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് തന്നെ സെല്ല് ആക്റ്റീവ് ആയിരുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും 23,165 മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അതിനുശേഷമായാലും 23,165 മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്തതിന് ശേഷം 23,240 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇതിന്റെ മുകളിലേക്കും ഫിൻ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു. ഒരു ദിവസങ്ങളിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നിഫ്റ്റിയിലും, ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഈ ട്രെൻഡ് നിലനിൽക്കാനുള്ള സപ്പോർട്ട് ഏതാണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിൽ മാനേജ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ തൊട്ട് താഴെയാണ്, ഇത് റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്താലും ഫിൻ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിനുള്ള സാധ്യതയാണ് തുടക്കത്തിൽ. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ശ്രദ്ധിക്കുക. ഹയർ ലെവൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്നത്. ചെറിയ സൈസിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹയർ ലെവൽ കുറച്ച് റിസ്ക് ആണ്, പക്ഷെ റൈറ്റ് നല്ല സപ്പോർട്ട് എന്നുള്ള ഒരു ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോയിലും നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഇൻ കേസ് ഇതിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 23,490 അടുത്ത റെസിസ്റ്റൻസ്, 490 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത 650 റെസിസ്റ്റൻസ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 490 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. 365 സപ്പോർട്ട്, ഇത് ബ്രേക്ക് ചെയ്താൽ 205 ആണ് സപ്പോർട്ട് വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലും വലിയ ടൈം ഫ്രെയിലും ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് 23,115, 23,055 ആണ് ലോവർ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് 51,430 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. 205 സപ്പോർട്ട് ഓപ്പൺ ചെയ്യുന്നത് 205 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലോ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 51,140, 50,875 ഇതാണ് ലോവർ സപ്പോർട്ട് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 51,140 കൂടി ബ്രേക്ക് ചെയ്താൽ സ്ട്രെങ്ത് കിട്ടും. 51,520 ഓപ്പൺ ചെയ്യുന്നത് വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 520 മുകളിലാണെങ്കിൽ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി 520 താഴെ സസ്റ്റെയിൻ ചെയ്താൽ എടുക്കാം. 420 താഴെ സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ആയാലും ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാം. മാർക്കറ്റ് ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക് യു.